ഹായ് ഫ്രണ്ട്സ്, എക്സാം ജോബ് ഐക്കൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് കേരള പബ്ലിക് ഇന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ അയക്കാവുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതിനു മുമ്പായി വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഒന്നിൽ കൂടുതൽ നോട്ടിഫിക്കേഷനെ കുറിച്ച് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഒന്ന്, കാറ്റഗറി നമ്പർ 45/2025 ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽ ലിമിറ്റഡിന്റെ ഹെൽപ്പർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. നിലവിൽ 3 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സ്ഥിര നിയമനമാണ്. ഈ ഒരു പോസ്റ്റ് ജോലി ലഭിക്കുന്നവർക്ക് 13,650 രൂപ മുതൽ 22,200 രൂപ വരെ മാസശമ്പളമായി ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സും ITI ഫിൽറ്റർ ട്രേഡ് പഠിച്ചവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഏജ് ലിമിറ്റ് 36 വയസ്സാണ്. ആപ്ലിക്കേഷൻ ഫീ 300 രൂപയാണ്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സിന് 75 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ. 2, കാറ്റഗറി നമ്പർ 46/2025 ആണ്. ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽ ലിമിറ്റഡിന്റെ ഓപ്പറേറ്റർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. നിലവിൽ 7 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സ്ഥിര നിയമനമാണ്. ഈ ഒരു പോസ്റ്റ് ജോലി ലഭിക്കുന്നവർക്ക് 15,400 രൂപ മുതൽ 25,100 രൂപ വരെ മാസശമ്പളമായി ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ 3 വർഷത്തെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഏജ് ലിമിറ്റ് 36 വയസ്സാണ്. ആപ്ലിക്കേഷൻ ഫീ 600 രൂപയാണ്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സിന് 150 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ. 3, കാറ്റഗറി നമ്പർ 47/2025 ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽ ലിമിറ്റഡിന്റെ സീനിയർ എഞ്ചിനീയറിംഗ് മെയിന്റനൻസ് ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. 1 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സ്ഥിര നിയമനമാണ്. ഈ ഒരു പോസ്റ്റ് ജോലി ലഭിക്കുന്നവർക്ക് 45,800 രൂപ മുതൽ 89,000 രൂപ വരെ മാസശമ്പളമായി ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ്സോടെ BE അല്ലെങ്കിൽ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഏജ് ലിമിറ്റ് 36 വയസ്സാണ്. ആപ്ലിക്കേഷൻ ഫീ 600 രൂപയാണ്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സിന് 150 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ. മുകളിൽ പറഞ്ഞ എല്ലാ നോട്ടിഫിക്കേഷന്റെയും ഒഴിവിലേക്കുള്ള സെലക്ഷൻ ഇന്റർവ്യൂ വഴിയായിരിക്കും. ഇതുപോലെ തന്നെ ധാരാളം ഒഴിവുകൾ അടങ്ങിയ നോട്ടിഫിക്കേഷൻ കേരള പബ്ലിക് ഇന്റർപ്രൈസിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കേരള പബ്ലിക് ഇന്റർപ്രൈസിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനിൽ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അതിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷന് യോജിച്ചതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ വീണ്ടും താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അതിൽ ആദ്യമായാണ് അപേക്ഷകൾ അയക്കുന്നവരെങ്കിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം കാറ്റഗറി നമ്പർ അനുസരിച്ച് നിങ്ങൾക്ക് വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷകൾ അയക്കാവുന്നതാണ്. കൂടുതലായുള്ള വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്